കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മമ്മൂട്ടി നായകനായ പേരൻപ് എന്ന തമിഴ് ചിത്രം റിലീസ് ചെയ്തത്. ഗംഭീര പ്രേക്ഷക അഭിപ്രായവും നിരൂപക പ്രശംസയുമാണ് ഈ ചിത്രം ഇപ്പോൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തെ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിട്ടാണ് പേരൻപിനെ കുറിച്ച് ആരാധകർ പറയുന്നത്. പേരൻപിന്റെ വിജയം മമ്മൂട്ടി ആഘോഷിച്ചത് മധുരരാജയുടെ സെറ്റിൽ വെച്ചാണ്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന മാസ് ചിത്രമായ മധുരരാജയുടെ സെറ്റിലാണ് മമ്മൂട്ടി ഇപ്പോൾ. ഇതിന്റെ ക്ലൈമാക്സ് ചിത്രീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പേരൻപിന്റെ വിജയം ആഘോഷിക്കാൻ മധുരരാജയുടെ ഷൂട്ടിംഗ് കുറച്ചു സമയം നിർത്തിവെച്ചാൽ കേക്ക് മുറിച്ച് മധുരം എല്ലാവർക്കും നൽകുകയാണ് ചെയ്തത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും ഇതിലെ താരങ്ങൾക്കുമൊപ്പം കേക്ക് കഴിച്ചുകൊണ്ട് മമ്മൂട്ടിയും ഈ സന്തോഷത്തിൽ പങ്കുചേർന്നു. മധുരരാജ സെറ്റിലെ പേരൻപിന്റെ വിജയാഘോഷ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വൈശാഖ് ഒരുക്കുന്ന ഈ മാസ് ചിത്രം വരുന്ന വിഷുവിനാണ് റിലീസിനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വൻ താരനിര അണിനിരക്കുന്ന ഈ ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഗോപി സുന്ദറാണ്. പീറ്റർ ഹെയ്നാണ് ആക്ഷൻ ഡയറക്ടർ. തമിഴ് യുവതാരം ജയ്, തെലുങ്ക് നടൻ ഗണപതി ബാബു എന്നിവരും ഈ ചിത്രത്തിന്റെ താരനിരയുടെ ഭാഗമാണ്. 2010 പുറത്തിറങ്ങിയ പോക്കിരി രാജ് എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് മധുരരാജ ഒരുങ്ങുന്നത്. ആദ്യ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അനുജനായെത്തുന്നത് പൃഥ്വിരാജായിരുന്നു. അതുകൊണ്ട് തന്നെ മധുരരാജ ഒരുങ്ങുമ്പോഴും പൃഥ്വിരാജിനെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചു. പക്ഷേ പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ ഇല്ല എന്നും തന്നെ ഈ ചിത്രത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഇന്ത്യ ഗ്ലിറ്റ്സിനോട് പറഞ്ഞു. മധുരരാജയിൽ ആൾക്കാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ സെക്കൻഡ് പാർട്ടിൽ പൃഥ്വിരാജിന്റെ ഒരു പ്രസൻസ്? അൺഫോർച്ചുനേറ്റ്ലി ഞാനില്ല. ഐ വുഡ് ഹാവ് ലവ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടനെ ഞാൻ ആ സിനിമയിൽ ഉണ്ടെങ്കിൽ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ് പോക്കിരി രാജ. അഭിനയിക്കുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മധുരരാജയിൽ ഞാനില്ല. എന്നെ അതിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല.